ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ സംസരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ, ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ, ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണി, ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബമിത്രങ്ങളെ, ഇന്ന് ഞാൻ ഏവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരെയും ശ്രീ ജഗദംബ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ ദേവീനാരായണീയത്തിൽ ദശകം 2 അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം അനുസ്മരിച്ചു കഴിഞ്ഞു. ഇനി 2 ശ്ലോകങ്ങൾ കൂടി ഇതിലുണ്ട്. അത് കഴിഞ്ഞാൽ ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ്. 10, 11 2 ശ്ലോകങ്ങൾ. ഈ 2 ശ്ലോകങ്ങളുടെ പാരായണത്തിന് ശേഷം പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയെല്ലാം ശ്രവിക്കാം. ആദ്യം പാരായണം. ശ്രീ ദേവീനാരായണീയം ദശകം 2 ഹയഗ്രീവ കഥ, ശ്ലോകങ്ങൾ 10, 11. ത്വമേവ മുക്ത്വാ സദയം തിരോധാസ്ത്വഷ്ട്രാ കബന്ധ്യശ്വശിരോ മുരാരേഃ സംയോജിതം പശ്യതി ദേവസംഘേ ഹയാനനഃ ശ്രീഹരിരുത്ഥിതോऽഭൂത്. ദൈത്യം ഹയഗ്രീവമഹൻ ഹയാസ്യോരണേ മുരാരിസ്ത്വദനുഗ്രഹേണ സദാ ജഗന്മംഗളദേ ത്വദീയാഃ പതന്തു മേ മൂർധ്നി കൃപാകടാക്ഷാഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നമുക്ക് ഈ ശ്ലോകങ്ങളുടെ പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയിലേക്ക് പ്രവേശിക്കാം. ശ്ലോകം 10 പദച്ഛേദം. ത്വം ഏവം ഉക്ത്വാ സദയം തിരോധാഃ ത്വഷ്ട്രാ കബന്ധേ അശ്വശിരഃ മുരാരേഃ സംയോജിതം പശ്യതി ദേവസംഘേ ഹയാനനഃ ശ്രീഹരിഃ ഉത്ഥിതഃ അഭൂത്. അന്വയവും അർത്ഥവും നോക്കാം. ത്വം സദയം, അവിടുന്ന് സദയം, ദയോടുകൂടി. ഏവം ഉക്ത്വ, ഇപ്രകാരം പറഞ്ഞ്, തിരോധാഃ മറഞ്ഞുപോയി. ആരാണ് മറഞ്ഞുപോയത് എവിടെയെന്ന് വെച്ചാൽ, ദേവന്മാരോട് ജഗദംബ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതിന് മുൻപിലത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അന്തർധാനം ചെയ്തു ദേവി അവിടുന്ന്. മുരാരേഹേ കബന്ധേ, വിഷ്ണുവിൻ്റെ ഉടലിൽ, ത്വഷ്ട്ര, ത്വഷ്ടാവിനാൽ, അശ്വശിരഃ സംയോജിതം, അശ്വശിരം എന്ന് വെച്ചാൽ കുതിരത്തല,
സംയോജിതം വെച്ച് ചേർക്കപ്പെട്ടു. ദേവസംഘേ പശ്യതി, ദേവസംഘം കണ്ടുകൊണ്ടിരിക്കെ ശ്രീഹരിഹി വിഷ്ണു ഹയാനനഃ കുതിരത്തലേനായി ഉത്ഥിതഃ ഭൂത് ഉണർന്നെഴുന്നേറ്റു. ശ്ലോകത്തിന്റെ വിവരണം എന്താണെന്ന് നോക്കാം. ഉത്ഥിതഃ അഭൂത്, ശ്രീഹരി ഉത്ഥിതോ അഭൂത്, അതായത് ശ്രീഹരി എഴുന്നേറ്റു. എപ്പോൾ? ആ ദേവി ത്വം സദയം ഏവമുക്ത്വ, ആ ജഗദംബ അവിടുന്ന് വളരെ ദയോടുകൂടി പറഞ്ഞ് അവിടുന്ന് ദേവി അന്തർദാനം ചെയ്തു. തിരോധാഹ, അന്തർദാനം ചെയ്തു. മുരാരേ കബന്ധേഹേ, വിഷ്ണുവിൻ്റെ ആ ശരീരം, കബന്ധം എന്ന് വെച്ചാൽ ശരീരം, ആ കഴുത്തിൽ നിന്ന് തല വേർപെട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ദേവിയുടെ ആ നിർദ്ദേശപ്രകാരം ആ ഭഗവാന്റെ ഉടലിനോട് ദേവശില്പിയായ ത്വഷ്ട്രാവാണ് കുതിരയുടെ തല ചേർത്ത് വെച്ചത്. ഇവിടെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ത്വഷ്ട്രാ കബന്ധേ അശ്വശിരോ മുരാരേഹേ ദേവസംഘേ പശ്യതി, ദേവന്മാരെല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാ ദേവന്മാരും നോക്കി നിൽക്കെ ഹയാനനഃ കുതിരത്തലയനായി ഭഗവാൻ. എന്നിട്ടോ അവിടുന്ന് കുതിരത്തലയനായി എഴുന്നേറ്റു. കുതിരയുടെ മുഖമുള്ളവനായി, അതായത് കുതിരയുടെ ആനനത്തോടുകൂടി മുഖം ഉള്ളവനായി, മുഖം എന്ന് വെച്ചാൽ ആനനം എന്ന് വെച്ചാൽ മുഖം, ഭഗവാൻ ശ്രീഹരി അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അതായത് ദേവന്മാരെ വിവരങ്ങളൊക്കെ അറിയിച്ച ശേഷം ദേവി അവിടുന്ന് അന്തർദാനം ചെയ്തു. ദേവിയുടെ നിർദ്ദേശപ്രകാരം ദേവശില്പിയായിട്ടുള്ള ആ ത്വഷ്ട്രാവ് വിഷ്ണുവിൻ്റെ ഉടലിനോട് കുതിരയുടെ തല ചേർത്ത് വെച്ചു. അങ്ങനെ വിഷ്ണു ഹയഗ്രീവനായി, കുതിരത്തലയനായി എഴുന്നേറ്റു അവിടുന്ന്. ഹയം എന്നാൽ കുതിര, ഗ്രീവ എന്നാൽ കഴുത്ത്. അപ്പോൾ ദേവന്മാരൊക്കെ വിവരങ്ങളെല്ലാം അറിയിച്ച ശേഷം ദേവി അവിടുന്ന് അന്തർദാനം ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഭഗവാൻ ഹയഗ്രീവനായി ഒരു പൊതുരൂപമെടുത്ത് അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്തത് എന്നാണ് ഇവിടെ 10ാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അടുത്തതിൽ ആ ദൈത്യനെ നിഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് ശ്രവിക്കാം. 11ാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം: ദൈത്യം ഹയഗ്രീവം അഹൻ ഹയാസ്യഃ രണേ മുരാരിഹി ത്വദനുഗ്രഹേണ സദാ ജഗന്മംഗളദേ ത്വദീയാഃ പതന്തു മേ മൂർധ്നി കൃപാകടാക്ഷാഃ. അന്വയാർത്ഥം: ഹയാസ്യഃ മുരാരി, ഹയാസ്യഃ മുരാരി എന്ന് വെച്ചാൽ കുതിരയുടെ ആ മുഖമുള്ള മുരാരി വിഷ്ണു. ത്വദനുഗ്രഹേണ, അവിടുത്തെ അനുഗ്രഹത്താൽ, ആരുടെ? ദേവിയുടെ അനുഗ്രഹത്താൽ, രണേ യുദ്ധത്തിൽ, ഹയഗ്രീവം ദൈത്യ, ഹയഗ്രീവൻ എന്ന അസുരനെ, ദൈത്യം ആ അസുരൻ, ഹയഗ്രീവം ദൈത്യം, ആ ഹയഗ്രീവൻ എന്ന അസുരനെ അഹൻ വധിച്ചു. ജഗൻ മംഗളതേ, ലോകത്തിന് മംഗളം നൽകുന്നവളെ, ലോകത്തിന് നന്മ ചെയ്യുന്നവളെ, ത്വദീയാഃ കൃപാകടാക്ഷാഃ, അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ, മേ മൂർധ്നി, എൻ്റെ ശിരസിൽ, സദാ പതന്തു, എപ്പോഴും എല്ലായ്പ്പോഴും എന്നും വന്നു വീഴുമാറാകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ 11ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം പറയുകയാണെങ്കിൽ, ഇവിടെ ഗ്രന്ഥകർത്താവ് പാലേലി ശ്രീനാരായണൻ നമ്പൂതിരി അമ്മയുടെ മുമ്പിൽ ഒരു അപേക്ഷ കൂടി സമർപ്പിക്കുകയാണ്. എന്താണ്? അവിടുത്തെ കൃപാകടാക്ഷങ്ങൾ, ത്വദീയ കൃപാകടാക്ഷാഃ മേ മൂർധ്നി, എൻ്റെ ശിരസിൽ, സദാ പതന്തു, എൻ്റെ ശിരസിൽ ആ കൈകൾ ചേർത്ത് വെക്കണേ, എന്നെന്നും അനുഗ്രഹം ചൊരിയണേ. ഇവിടെ തല പോയിട്ടും വിഷ്ണുവിന് ഒരാപത്തും സംഭവിച്ചിട്ടില്ല. മാലോകർക്കത് അനുഗ്രഹമായി തീരുകയും ചെയ്തു, അല്ലേ? ദേവിയുടെ അനുഗ്രഹത്താലാണ് എല്ലാം ഇങ്ങനെ ശുഭമായിട്ട് കലാശിച്ചത്. അതെ, ദേവി തന്നെയാണ് എപ്പോഴും ലോകത്തിന് മംഗളം വരുത്തുന്നത്. അതാണ് ശ്ലോകത്തിൽ പറയുന്നത്,
സദാ ജഗന്മംഗളതേ. ആ കൃപാകടാക്ഷം ലഭിച്ചാൽ, ദേവിയുടെ ആ കൃപാകടാക്ഷം ഒന്ന് മാത്രം മതി, ആർക്കും ഒരാപത്തും വരില്ല. നന്മയേ ഉണ്ടാവുകയുള്ളൂ, മംഗളം മാത്രമേ വരുകയുള്ളൂ. ഇവിടെ ഹയാസ്യമുരാരിഹി, കുതിരയുടെ മുഖമുള്ള ഭഗവാൻ ശ്രീഹരി അമ്മയോട് പറയുകയാണ്, അവിടുത്തെ അനുഗ്രഹത്താൽ ആ യുദ്ധത്തില് ഹയഗ്രീവൻ എന്ന ആ ദൈത്യനെ അവിടെ നിഗ്രഹിച്ചു. ആ ഭഗവതിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം, കൃപാകടാക്ഷം കൊണ്ടൊന്ന് മാത്രമാണ് ആ ദൈത്യനെ നിഗ്രഹിക്കുവാൻ സാധിച്ചത്. ജഗൻ മംഗളതേ, ലോകത്തിന് മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളെ, അമ്മേ ദേവി, അവിടുത്തെ കൃപാകടാക്ഷം ലഭിച്ചാൽ പിന്നെ ഒരാപത്തും ഉണ്ടാവില്ല, ഒരാപത്തും ആർക്കും വരില്ല എന്ന് ഈ ഹയഗ്രീവന്റെ കഥയിലൂടെ കാണിച്ചു തരുന്നു. വിഷ്ണു ഹയഗ്രീവനായ കഥയും ഹയഗ്രീവൻ എന്ന അസുരന്റെ കഥയും ചേർത്ത് 2-ാം ദശകം ഇവിടെ ആ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 5-ാം അധ്യായത്തിലാണ് ഈ കഥ നമുക്ക് കേൾക്കാൻ സാധിക്കുക. ഭഗവാന്റെ ഹയഗ്രീവനായിട്ടുള്ള അവതാരവും ഹയഗ്രീവനെ നിഗ്രഹിച്ചതായ കഥയും ദേവിയുടെ അനുഗ്രഹവർഷമായിട്ട് പറഞ്ഞാണ് ആ രംഗം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അത് നമുക്കും ഇത് എല്ലാവരും ശ്രവിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ പാദങ്ങളിൽ നമുക്കിത് സമർപ്പിക്കാം. ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത 3-ാമത്തെ ദശകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ഈ ദശകം 2 ഹയഗ്രീവ കഥ ശ്രീ ജഗദംബയുടെ തൃപ്പാദങ്ങളിലും ഗുരു ആചാര്യന്മാരുടെ പാദങ്ങളിലും സജ്ജനങ്ങളുടെ പാദങ്ങളിലും വളരെയധികം വിനയപൂർവം ഭക്തിപൂർവം സമർപ്പിച്ചുകൊണ്ട് ഇത് ഇവിടെ ഉപസംഹരിക്കുന്നു. ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണവും പദച്ഛേദമന്വയം വ്യാഖ്യാനവും എല്ലാം ഭഗവാൻ ശ്രീഹരിയുടെ പാദങ്ങളിലും ആ ജഗദംബയുടെ പാദങ്ങളിലും വളരെയധികം ഭക്തിപൂർവം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഹരയേ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗുരുഭ്യോ നമ.